ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2019 ജനുവരി മാസമാണ്. അപ്പോൾ ഞാൻ സൗദിയിൽ ജോലി ചെയ്യുമായിരുന്നു. എൻ്റെ ഫാമിലി നാട്ടിലായിരുന്നു. അപ്പോൾ എനിക്ക് മൂത്തൊരു കുഞ്ഞായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റായി. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ചാച്ചനും അമ്മയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട്. അന്നേരം ഞാൻ ഓർത്ത് എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ 2 പ്രാവശ്യം IELTS എഴുതി, ഞാൻ പാസ്സായില്ല. അപ്പോൾ ഞാൻ OET ട്രെയിനിങ്ങിന് പോയി ലീവിന് വന്ന സമയത്ത് ജനുവരിയിൽ. എന്നിട്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒന്നിച്ച് നിൽക്കണമെന്നുള്ളത്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും പ്രദക്ഷിണ പ്രാർത്ഥനയും ഒന്നും മുടങ്ങാതെ ചെല്ലുമായിരുന്നു. ബൈബിൾ വായിക്കുമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ മറ്റുള്ളവരെ സഹായിക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പരീക്ഷയുടെ സമയത്തും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് നെറ്റിയെ കുരിശ് വരച്ചു. ഉടമ്പടി കാഴ്ചയുമായിട്ടാണ് ഞാൻ OET എക്സാം ഹാളിൽ കയറുന്നത്. ഞാൻ എക്സാം എഴുതി. ഞാൻ OET ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. തിരിച്ച് ഞാൻ സൗദിക്ക് പോയി. അപ്പോൾ ഞാൻ കുഞ്ഞിനെ 2 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. സൗദിയിൽ പോയി 5 മാസം പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ജിദ്ദയ്ക്ക്, ഞാൻ അൽബഹയിലായിരുന്നു വർക്ക് ചെയ്തത്. എനിക്ക് ജിദ്ദയ്ക്ക് പോകണമായിരുന്നു. ഫ്ലൈറ്റിലാണ് ഞാൻ പോയത്. പക്ഷേ സേഫായിട്ട് ഞാൻ പോയി CBT എക്സാം എഴുതി. ഫസ്റ്റ് എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ലായിരുന്നു ആ സമയത്ത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ CBT എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് റിസൈൻ ചെയ്തതിനെ തുടർന്ന് ജോലിയിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അവസാനമായപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, എനിക്ക് പെയിനൊക്കെ തുടങ്ങി. പക്ഷെ ഞാൻ റിസൈൻ കൊടുത്തു. എനിക്ക് എൻ്റെ ഇക്കാമയും കാര്യങ്ങളെല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അവിടെ റിസൈൻ കൊടുത്തു കഴിയുമ്പം ഒരാഴ്ചയും കൂടി ഉള്ളു തിരിച്ച് നാട്ടിൽ വരാനായിട്ട്. അന്നേരം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവർ പറഞ്ഞു അവിടെ ഡെലിവറി ആകുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ ഉറച്ച് വിശ്വസിച്ചു പരിശുദ്ധ അമ്മ എന്നെ നാട്ടിലെത്തിയിട്ടേ ഞാൻ ഡെലിവറി ആകത്തുള്ളൂ എന്ന്. അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങളതിനോട് ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യേണ്ട, ഞാൻ നാട്ടിൽ പോയേ ഡെലിവറി ആകത്തുള്ളൂ. എല്ലാ ദിവസവും എപ്പോൾ സമയം കിട്ടിയാലും ഞാൻ ജപമാല ചെല്ലുമായിരുന്നു. ആ ബെഡ് ഞാൻ അഡ്മിറ്റായിരുന്നു. എനിക്ക് ബെഡ് റെസ്റ്റാണ് പറഞ്ഞിരുന്നത്. എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ ഒരു മുടക്കവും വരുത്തിയില്ല. പ്രാർത്ഥനയും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗമൊന്നും ഞാൻ മാറ്റി വെച്ചിട്ടേ ഇല്ല. അതെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്കൊരു 4 ദിവസം കൂടെ ഡ്യൂട്ടി ചെയ്താലേ എനിക്ക് ലീവ് കറക്റ്റായി എനിക്ക് നാട്ടിലെത്താൻ പറ്റത്തുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ഇതിൽ തന്നെ ബെഡ് റെസ്റ്റ് ഒക്കെ ഞാൻ എഴുതി കൊടുത്തു. ഇല്ല, എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറിയേ പറ്റൂ. കാരണം 4 ദിവസം ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ 5ാമത്തെ ദിവസം എനിക്ക് നാട്ടിൽ വരാം. അന്നേരം അങ്ങനെ ഞാൻ ഡ്യൂട്ടി ചെയ്തു. സേഫായിട്ട് ഞാൻ നാട്ടിലെത്തി. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ 2ാമത്തെ മകളെ ഡെലിവറി ആകുന്നത്. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ് ഏറ്റവും സേഫായിട്ട് നാട്ടിലെത്തിച്ചത്. പിന്നീട് ഞാൻ കുഞ്ഞിന് 4.5 മാസമുള്ളപ്പം UK പോയി. അവിടെ ചെന്നു OSCE എക്സാം. പക്ഷേ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥന മുടക്കിയിട്ടില്ല. എൻ്റെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞാൻ മാറ്റിയിട്ടില്ല. അതെല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അവിടെ ചെന്ന് OSCE എക്സാം പാസ്സായി. അവിടെ വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പ്രത്യേകിച്ച് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പറയുമ്പം. പക്ഷേ അതൊക്കെ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് പറ്റുന്ന നല്ലൊരു വീട് ദൈവം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ ആങ്ങളയുടെ കല്യാണം 3 വർഷമായിട്ട് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ കല്യാണം നടക്കുന്നില്ലായിരുന്നു. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എപ്പോഴും വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റത്തില്ല അവിടെ ആയതുകൊണ്ട്. അതുകൊണ്ട് എൻ്റെ അമ്മ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഒന്നാകെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തും പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ആങ്ങളയുടെ കല്യാണം നവംബർ 2020 നടന്നു. ആ സമയത്ത് ഞാൻ വന്നു. കോവിഡിൻ്റെ സമയമായിരുന്നു. എന്നാലും കല്യാണമൊക്കെ വളരെ ഭംഗിയായിട്ട് സേഫായിട്ട് നടന്നു. ഞാൻ വന്നു, ആങ്ങളയുടെ കല്യാണത്തിൽ പങ്കെടുത്തു. എൻ്റെ കുടുംബവുമായിട്ട് എൻ്റെ 2 മക്കളുമായിട്ട് തിരിച്ച് UK പോകാനായിട്ടും അവിടെ ഒരുമിച്ച് ജീവിക്കാനുമുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മ തന്നു. പിന്നീട് ഞാൻ വരുന്നത് 2022 ഓഗസ്റ്റിലാണ്. ഓഗസ്റ്റിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അന്നേരം എൻ്റെ ആത്മീയ നിയോഗങ്ങളുടെ കൂടെ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് UK സ്വന്തമായിട്ടൊരു വീട്. അത് ഒത്തിരി പാടുള്ളൊരു കാര്യമാണ്. നമ്മൾ സാമ്പത്തികമായിട്ടും എല്ലാ തരത്തിലും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്നിട്ട് തിരിച്ചു ചെന്നു. പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ 1 വർഷത്തോളമായിട്ടും പ്രത്യേകിച്ച് വീടിൻ്റെ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ല. എങ്കിലും
ഞാൻ തമ്പുരാനെ എപ്പം മനസ്സാകുന്നു അപ്പോൾ എനിക്ക് മതി, ഞാൻ ആ കാര്യത്തിൽ ധൃതി വെക്കില്ല എന്ന് ഞാൻ ഇത് ചെയ്തു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ 3 പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ വീടിൻ്റെ കാര്യം ഉപേക്ഷിച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പം മെറ്റേണിറ്റി ലീവും കാര്യങ്ങളും മെറ്റേണിറ്റി പേ ഒക്കെ ആയിക്കഴിയുമ്പോൾ ലോണൊന്നും കിട്ടത്തില്ല. അങ്ങനെ ഞാനത് ഉപേക്ഷിക്കാം എന്ന് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് സെപ്റ്റംബർ 8-ാം തീയതി ജസ്റ്റ് ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരു വീടിൻ്റെ ഇത് കണ്ടു. ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോയി വീട് കണ്ടു. ഞങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലടുത്ത്, സ്കൂളടുത്ത് എല്ലാം കൊണ്ടും സൗകര്യമാണ്. പക്ഷേ ഞങ്ങളൊരു ഓഫറും കൊടുത്തു. അവർ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അന്നേരം കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു വീട് കണ്ടു. അന്നേരം ഞാൻ പ്രഗ്നൻ്റാണ്, ഒക്ടോബറിൽ എനിക്ക് ഡേറ്റാണ്. അന്നേരം ഇവിടെ വിളിച്ചപ്പോൾ എടുത്ത സിസ്റ്ററിനോട് പറഞ്ഞു, നീ നിൻ്റെ കുഞ്ഞുമായിട്ട് ആ വീട്ടിൽ തന്നെ കയറി താമസിക്കുമെന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു വിശ്വാസം, എനിക്ക് കൂടുതൽ ആഴപ്പെടാൻ സാധിച്ചു. പ്രാർത്ഥന മുടക്കിയില്ല, ജപമാല ഞാൻ താഴെ വെച്ചിട്ടില്ല. കാരണം എനിക്കറിയാം നടക്കാൻ വളരെ ചാൻസ് കുറവുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ പിറ്റേ മാസത്തെ പേ സ്ലിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എനിക്ക് മെറ്റേണിറ്റി പേ വരും, പിന്നെ എനിക്ക് ലോൺ കിട്ടത്തില്ല. മെറ്റേണിറ്റി പേ കണ്ടു കഴിഞ്ഞാൽ ലോൺ ഒത്തിരി കുറയും. പക്ഷേ ആ ഒരു മെറ്റേണിറ്റി പേയുടെ ഇത് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ലോൺ അപ്രൂവായി. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒത്തിരി കുറവായിരുന്നു ലോൺ. അന്നേരം ഞാൻ ഓർത്തെന്നാൽ ഉപേക്ഷിച്ചേക്കാം. പക്ഷേ പരിശുദ്ധ അമ്മ, എൻ്റെ സഹോദരനും വൈഫും അവരും അവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ചൊരു കുടുംബം പോലെയാണ് അവിടെ. അന്നേരം അവർ മുഖേനയും ഞങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ വഴിയും എന്നെ ഇങ്ങനെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, നീ അത് ഡ്രോപ്പ് ചെയ്ത് നീ മുന്നോട്ട് പൊക്കോ. അന്നേരം പക്ഷേ ഞാൻ ജപമാല എൻ്റെ കയ്യിൽ നിന്ന് താത്ത് വെച്ചിട്ടില്ല. എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ജപമാല താത്ത് വെക്കാതെ ഒരു ദിവസം എത്ര ജപമാല ഞാൻ ചെല്ലുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം എനിക്കറിഞ്ഞൂടെ ഇത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന്. പോകുന്നത്രയും പോട്ടെ, ബാക്കി തമ്പുരാൻ. എന്നിട്ട് ഞാൻ മാതാവിനോട്, മാതാവി നല്ലതാണെങ്കിൽ മാത്രം നടത്തിയാൽ മതി, എനിക്കൊരു പരാതിയില്ല, ഒരു പരിഭവവും ഇല്ല, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോയി. ഒത്തിരി നമുക്ക് ആ ഒരു സാമ്പത്തിക പ്രശ്നം ഭയങ്കരമായിരുന്നു, അത്ര എമൗണ്ട് സോർട്ട് ചെയ്യാൻ. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ വഴിയും നല്ല സുഹൃത്തുക്കൾ വഴിയും പരിശുദ്ധ അമ്മ ആ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് നമുക്ക് ആ വീട് ഫെബ്രുവരി 9-ാം തീയതി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ വീടിൻ്റെ കീ കിട്ടി. പിന്നീട് ഫെബ്രുവരി 23-ാം തീയതി ഞങ്ങൾ അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ച് ഞങ്ങൾ ജസ്റ്റ് ആ വീട്ടിൽ കയറി താമസിപ്പിച്ചു. അന്നേരം എനിക്ക് 3-ാമത്, അപ്പം ഞാൻ പ്രഗ്നൻ്റാണ്, ഒക്ടോബറിലായിരുന്നു ഡേറ്റ് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരുന്നു. അതുകൊണ്ട് ബ്ലീഡിങ്ങിനുള്ള റിസ്ക് ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു അവിടെ വരെ പോകാൻ പറ്റില്ല, നേരത്തെ തന്നെ ആകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്തെല്ലാം ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഞാൻ നിരന്തരം ഉപയോഗിക്കുമായിരുന്നു, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ. പക്ഷേ ഏറ്റവും വലിയ കാര്യം ഈ ഉടമ്പടി വസ്തുക്കളും ജപമാലയും പ്രാർത്ഥനയും ഒന്നും എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായിരുന്നു. എനിക്ക് ടെൻഷനില്ലായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിരന്തരം ബൈബിൾ വായന അതൊക്കെ വഴി എനിക്ക് ടെൻഷൻ മാറി കിട്ടി. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവാണെങ്കിൽ എനിക്കൊന്നും തോന്നുന്നില്ലായിരുന്നു. ഞാൻ ആ ഒരു കാര്യത്തിലൊന്നും എനിക്ക് ഒരു ടെൻഷനില്ലാതെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ തിയേറ്ററിൽ എടുത്താണ് ഡെലിവറി ആയത് എന്ന് പറഞ്ഞാൽ പോലും സേഫായിട്ട് എനിക്ക് മൂത്ത 2 പെൺപിള്ളേരാണ്. ഒരു ആൺകുഞ്ഞിനെ കൂടെ നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു. ഏറ്റവും വലിയ അനുഗ്രഹം എൻ്റെ കുടുംബമായിട്ട് ഒന്നിച്ച് നിൽക്കാൻ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങളെ അനുഗ്രഹിച്ചു. സ്വന്തമായി ഒരു വീട് നൽകി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.